വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ അഡ്വർബ് ഫ്രേസിനെ മനസ്സിലാക്കാം. എന്താണ് അഡ്വർബ് ചെയ്യുന്നത് ഒരു സെന്റൻസിൽ? അഡ്വർബ് മോഡിഫൈസ് വെർബ് ആൻഡ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആൾസോ അഡ്വർബ്. അഡ്വർബിന് വർക്ക് കുറച്ച് കൂടുതലാണ്. അത് ചില സമയം അധിക സമയവും വെർബിനെയാണ് വിശേഷിപ്പിക്കുക. പക്ഷെ ചില സമയം അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കും, ചില സമയം അഡ്വർബിനെ തന്നെയും വിശേഷിപ്പിക്കും. An adverb phrase is a group of words that does the work of an adverb. അപ്പോൾ adverb phrase എന്താ ചെയ്യുക? എന്തിന്റെ വർക്ക് ചെയ്യുന്നു? അഡ്വർബിന്റെ വർക്ക് ചെയ്യുന്നു. അലക്സ് റാൻ ക്വിക്ലി. ഇവിടെ ക്വിക്ലി എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ട് അലക്സ് എന്താ ചെയ്ത്? ഓടി. അപ്പൊ അവിടെ ആ പ്രവർത്തനത്തിനെ കുറിച്ചുള്ള അറിവാണ്, വെർബിനെ കുറിച്ചുള്ള ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ ആണ്. അവൻ എങ്ങനെ ഓടി എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ക്വിക്ലി അതൊരു അഡ്വർബ് ആകുന്നു. എന്നാൽ ആ അഡ്വർബിനെ നമുക്കൊരു അഡ്വർബ് ഫ്രേസ് ആക്കാം. അലക്സ് റാൻ വിത്ത് ഗ്രേറ്റ് സ്പീഡ്. അലക്സ് എങ്ങനെയാണ് ഓടിയത്? വളരെ സ്പീഡിൽ ഓടി. വിത്ത് ഗ്രേറ്റ് സ്പീഡ് എന്നാക്കി മാറ്റുമ്പോൾ അതൊരു അഡ്വർബ് ഫ്രേസ് ആയി മാറി. കാരണം ഫ്രേസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. വിത്ത് ഗ്രേറ്റ് സ്പീഡ് എന്നുള്ളത് അഡ്വർബ് ഫ്രേസ് ആകുന്നു. പക്ഷെ അത് ചെയ്യുന്നതും എന്താണ്? ആ പ്രവൃത്തി വെർബിനെ വിശേഷിപ്പിക്കുന്നു. എക്സാമ്പിൾസ്: യു ക്യാൻ ബൈ ഇറ്റ് എവരിവെയർ. ഈ സെന്റൻസിൽ എവരിവെയർ എന്ന് പറയുന്നത് അഡ്വർബ് ആണ്. കാരണം എന്താണ്? അത് എന്തിനെ കുറിച്ചുള്ള വിവരം തരുന്നത്? ആ പ്രവർത്തനം, വെർബിനെ കുറിച്ചുള്ള. യു ക്യാൻ ബൈ ഇറ്റ് എവരിവെയർ, എവിടെ വേണമെങ്കിലും നിനക്കത് വാങ്ങിക്കാം. അപ്പൊ എവരിവെയർ എന്ന് പറയുന്നത് അഡ്വർബ് ആണ്. എന്നാൽ ഇതിനെ നമുക്കൊരു അഡ്വർബ് ഫ്രേസ് ആക്കിക്കൊണ്ട് ഈ സെന്റൻസ് മാറുകയാണെങ്കിൽ അതെങ്ങനെ വരും? യു ക്യാൻ ബൈ ഇറ്റ് ഇൻ ആൾ പ്ലേസസ് എന്ന് എഴുതുകയാണെങ്കിൽ ഇൻ ആൾ പ്ലേസസ് എന്നുള്ളത് അഡ്വർബ് ഫ്രേസ് ആകുന്നു. ഫ്രേസ് is a group of words without subject verb combination. In all places എന്ന് മാറ്റിയാൽ അത് അഡ്വർബ് ഫ്രേസ് ആയി. എവരിവെയർ എന്നാണെങ്കിൽ അത് അഡ്വർബ് ആകുന്നു. We expect to get promotion soon. ഇവിടെ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ ലഭിക്കും. അപ്പൊ ഇവിടെ സൂൺ എന്നുള്ള അഡ്വർബിനെ നമുക്കൊരു അഡ്വർബ് ഫ്രേസ് ആക്കാം. അതെന്താണ്? സൂൺ, പെട്ടെന്ന് എന്നുള്ളതിന് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആക്കി മാറ്റണമെങ്കിൽ ഇൻ എ ഷോർട്ട് ടൈം, അതും അതേ സെയിം മീനിങ് ആണ്. എന്നാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ് ആയി. ഗ്രൂപ്പ് ഓഫ് വേർഡ് ആയപ്പോൾ അതെന്തായി മാറി? അഡ്വർബ് ഫ്രേസ് ആയി. അപ്പൊ ഈ സെന്റൻസ് എങ്ങനെ മാറുന്നു? വി എക്സ്പെക്ട് ടു ഗെറ്റ് പ്രൊമോഷൻ ഇൻ എ ഷോർട്ട് ടൈം. അങ്ങനെ അഡ്വർബിനെ അഡ്വർബ് ഫ്രേസ് ആക്കിക്കൊണ്ട് സെന്റൻസുകൾ മാറ്റം വരുത്താം. ഹി ബിൽറ്റ് ഹിസ് ഹൗസ് ദേർ. അവൻ എവിടെയാണ്? അവൻ അവിടെ. ഹി ബിൽറ്റ് ഹിസ് ഹൗസ് ദേർ, അവിടെയാണ് അവൻ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ദേർ എന്ന് പറയുന്നത് അഡ്വർബ് ആണ്. എവിടെയാ ബിൽറ്റ് ചെയ്തിരിക്കുന്ന അവന്റെ വീട്? ദേർ. അപ്പൊ അവിടെ ആ ദേർ എന്നുള്ളതിനെ അതൊരു അഡ്വർബ് ആണ്. അതിനൊരു അഡ്വർബ് ഫ്രേസ് ആക്കണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആക്കി മാറ്റണം. ഇൻ ദാറ്റ് പ്ലേസ് എന്ന് പറയാം. ഇൻ ദാറ്റ് പ്ലേസ്. ഹി ബിൽറ്റ് ഹിസ് ഹൗസ് ഇൻ ദാറ്റ് പ്ലേസ് എന്നാണെങ്കിൽ ഇൻ ദാറ്റ് പ്ലേസ് എന്നുള്ളത് എന്താണ്? അഡ്വർബ് ഫ്രേസ്. അങ്ങനെ ഫ്രേസ് എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്തൗട്ട് സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ. ഇങ്ങനെ നിറയെ സെന്റൻസുകൾ നിങ്ങൾ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഒരു സെന്റൻസ് സ്വയം എഴുതണമെങ്കിൽ പറ്റുകയുള്ളൂ. ഇതൊക്കെ എന്തിനാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതല്ല. എപ്പോഴും ചിന്തിക്കണം. സ്ലോ സ്റ്റഡി വിൻസ് ദ റേസ്. സീമ ട്രീറ്റഡ് ഹെർ ടീച്ചർ വിത്ത് റെസ്പെക്ട്. സീമ അവളുടെ ടീച്ചറെ ബഹുമാനത്തോടെ ട്രീറ്റ് ചെയ്തു. ഇവിടെ വിത്ത് റെസ്പെക്ട് എന്ന് പറയുന്നത് ആ വെർബിനെ തന്നെയാണ് അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് തരുന്നത്. എങ്ങനെയാ ട്രീറ്റ് ചെയ്ത്? വിത്ത് റെസ്പെക്ട്. വിത്ത് റെസ്പെക്ട് എന്ന് പറയുന്നത് അഡ്വർബ് ഫ്രേസ് ആകുന്നു. ഹി റീച്ച്ഡ് സ്കൂൾ ഓൺ ടൈം. ഇവിടെ ഓൺ ടൈം എന്ന് പറയുന്നത് അഡ്വർബ് ഫ്രേസ് ആണ്. ഓൺ ടൈം. ഹി റീച്ച്ഡ് സ്കൂൾ ഓൺ ടൈം എന്നായാൽ അത് അഡ്വർബ് ഫ്രേസ് ആണ്. ഷി ഹാൻഡിൽഡ് ദ ക്ലാസ് വിത്ത് കെയർ. ഇവിടെ വിത്ത് കെയർ എന്നുള്ളത് എന്താ? അഡ്വർബ് ഫ്രേസ്.
എന്നാൽ ഷീ ഹാൻഡിൽഡ് ദ ഗ്ലാസ് കെയർഫുള്ളി എന്ന് കൊടുത്താൽ അത് അഡ്വർബ് മാത്രമാകുന്നു. കെയർഫുള്ളി എന്നുള്ള സെന്റൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, കെയർഫുള്ളി എന്നുള്ള ആ ഒരു വേർഡാണ് നമ്മൾ ഇവിടെ ഈ സെന്റൻസിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ആ കെയർഫുള്ളി എന്നുള്ളത് അഡ്വർബാണ്. എന്നാൽ ഷീ ഹാൻഡിൽഡ് ദ ഗ്ലാസ് വിത്ത് കെയർ എന്നുമായി മാറുമ്പോൾ അത് അഡ്വർബ് ഫ്രേസ് ആയി. ഈ അഡ്വർബ് അധികവും എൽവൈയിൽ അവസാനിക്കാറുണ്ട്. കുറേ അഡ്വർബുകൾ എൽവൈ, ഫാസ്റ്റ്ലി, സ്ലോലി, ക്വിക്ക്ലി, അങ്ങനെ കെയർഫുള്ളി. ഷീ ഹാൻഡിൽഡ് ദ ഗ്ലാസ് വിത്ത് കെയർ എന്നുള്ളതിൽ വിത്ത് കെയർ എന്ന് പറയുന്നത് അഡ്വർബ് ഫ്രേസ് ആകുന്നു. മൈ സിസ്റ്റർ കുക്ക് ദ ഫുഡ് വെരി സ്ലോലി. എങ്ങനെയാണ് എൻ്റെ സിസ്റ്റർ ലഞ്ച് പ്രിപ്പയർ ചെയ്തത്? മൈ സിസ്റ്റർ കുക്ക് ദ ലഞ്ച് വെരി സ്ലോലി. വളരെ സ്ലോ ആയിട്ടാണ് ലഞ്ച് പ്രിപ്പയർ ചെയ്തത്. വെരി സ്ലോലി എന്നത് അഡ്വർബ് ഫ്രേസ് ആണ്. The boys competed extremely well. ഇവിടെയും എങ്ങനെയാ ആ ബോയ്സ് വളരെ നന്നായിട്ട് മത്സരിച്ചു എന്ന് പറയുന്ന ഇതിൽ എക്സ്ട്രീംലി വെൽ എന്നുള്ളത് അഡ്വർബ് ഫ്രേസ് ആണ്. They played tennis very energetically. അവര് ടെന്നീസ് എങ്ങനെയാ കളിച്ചത്? വെരി എനർജറ്റിക്കലി. അവര് വെരി എനർജറ്റിക്കലി എന്ത് ചെയ്തു? കളിച്ചു. എന്ത് കളിച്ചു? ടെന്നീസ്. They played tennis very energetically. ഇതിലെ വെരി എനർജറ്റിക്കലി എന്നുള്ളത് അഡ്വർബ് ഫ്രേസ് ആണ്. അങ്ങനെ അഡ്വർബ് ഫ്രേസിനെ മനസ്സിലാക്കുക. ഫ്രേസിനെയും ക്ലോസിനെയും തറവായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സ്ലോ ആൻഡ് സ്റ്റഡി യു ക്യാൻ റൈറ്റ് കോംപ്ലെക്സ് സെൻറ്റൻസസ്. ആരുടെ ഹെൽപ്പില്ലാതെയും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ആദ്യം എഴുതി നോക്കുക. പിന്നെ ഓരോരോ ടോപ്പിക് എടുത്ത് സ്വയം എഴുതുക, സ്വയം മനസ്സിലാക്കുക, സ്വയം പഠിക്കുക.